വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജാവയുടെ ഒബ്സിൻ്റെ കുറച്ച് കൺസെപ്റ്റ്, അതുപോലെ തന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിൽ വരുന്നതാണ് എക്സെപ്ഷൻ, അതുപോലെ തന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, ട്രൈ ക്യാച്ച്, അതുപോലെ തന്നെ ഫൈനലി. ഇതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വാട്ട് ഈസ് ആൻ എക്സെപ്ഷൻ, എന്താണ് എക്സെപ്ഷൻ എന്ന് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ: ആൻ എക്സെപ്ഷൻ ഈസ് ആൻ അബ്നോർമൽ കണ്ടീഷൻ ദാറ്റ് അറൈസസ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. It is an object that represents an error or an unexpected event that occurs during runtime. അതായത് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. അതായത് നമ്മുടെ കോഡ് റൺ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോനെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, റൺ ടൈമിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് പറയുന്നത്, എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് റെപ്രസെൻറ്റ് ആൻ എറർ ഓർ ആൻ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് റൺ ടൈം. അതായത് റൺ ടൈമിൽ എന്തെങ്കിലും എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ എററോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവൻറ്റ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് നോക്കാം. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ജാവ ഈസ് എ മെക്കാനിസം ടു ഹാൻഡിൽ റൺ ടൈം എറേഴ്സ്. അതായത് റൺ ടൈമിലുള്ള എറേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് എന്ത് പറയുന്നത്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. സോ ദ നോർമൽ ഫ്ലോ ഓഫ് ദ ആപ്ലിക്കേഷൻ ക്യാൻ ബി മെയിൻറ്റെയിൻ വെൻ ആൻ എറർ ഒക്കേഴ്സ്. ജാവ ക്രിയേറ്റ്സ് ആൻ ഒബ്ജക്റ്റ് റെപ്രസെൻറ്റിംഗ് ദ എറർ. ദിസ് ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ആൻ എക്സെപ്ഷൻ ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ എന്താണ് എക്സെപ്ഷൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതായത് എന്തെങ്കിലും ഇതുപോലെ തന്നെ ഒരു എററൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, അതിനെയാണ് എക്സെപ്ഷൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പ്രൊവൈഡ്സ് എ വേ ടു ക്യാച്ച് ദിസ് ഒബ്ജക്റ്റ് ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റിംഗ് ദ പ്രോഗ്രാം ക്രാഷ്. അതായത് നമ്മുടെ പ്രോഗ്രാം എന്ത് ചെയ്യുക, ക്രാഷ് ചെയ്ത് പോവാതെ, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് പെട്ടെന്ന് എററും ബഗ്ഗൊക്കെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോവാതെ അത് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ എറർ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ജാവ എക്സെപ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ മെയിൻലി ടു ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ, ചെക്ക്ഡ് ആൻഡ് അൺചെക്ക്ഡ് എന്നാണ് രണ്ട് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ. അതുപോലെ തന്നെ ഒന്നുകൂടി ഉണ്ട്, അതിന് എന്താണ് എററാണ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ഒരു എക്സെപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ കാണാം. അപ്പോൾ ചെക്ക്ഡ് എക്സെപ്ഷൻ, അതുപോലെ തന്നെ അൺചെക്ക്ഡ് എക്സെപ്ഷൻ, പിന്നെ എറർ എന്ന് പറയുന്നത്. ഇത് മൂന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ചെക്ക്ഡ് എക്സെപ്ഷനും അതുപോലെ തന്നെ അൺചെക്ക്ഡ് എക്സെപ്ഷൻ എന്താണെന്ന് നോക്കാം. ചെക്ക്ഡ് എക്സെപ്ഷൻസ് ആർ എക്സെപ്ഷൻസ് ദാറ്റ് ആർ ചെക്ക്ഡ് ബൈ ദ കമ്പൈലർ അറ്റ് കമ്പൈൽ ടൈം. അതായത് കമ്പൈൽ ടൈമിൽ ചെക്ക് ചെയ്യുന്ന എക്സെപ്ഷനെയാണ് എന്ത് പറയുന്നത്, ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്, വൈ ആർ ദേ കാൾഡ്, എന്തുകൊണ്ടാണ് ഇതിനെ ചെക്ക്ഡ് എന്ന് പറയുന്നത് എക്സെപ്ഷനെ? കാരണം എന്ത് പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞു, കമ്പൈൽ ടൈമിൽ ഇതിനെ ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ട്രൈ ക്യാച്ച് ഒന്നും വെച്ചിട്ട്, ഇവിടെ ട്രൈ ക്യാച്ചൊക്കെ നിങ്ങൾക്ക് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ട്രൈ ക്യാച്ച് അതുപോലെ തന്നെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, കമ്പൈലർ ഒരു ജനറേറ്റ് ചെയ്യും, എററിനെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എറർ സംഭവിക്കും, നമ്മുടെ പ്രോഗ്രാം ക്രാഷ് ആവും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അൺചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അൺചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ട്രൈ ക്യാച്ചോ അങ്ങനത്തെ ഇതൊന്നും കൊടുത്ത് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോഗ്രാമർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്നും ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ നിർബന്ധമില്ലാത്ത കാര്യത്തിന് അൺചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അൺചെക്ക്ഡ് എക്സെപ്ഷൻ ആർ എക്സെപ്ഷൻ ദാറ്റ് ആർ നോട്ട് ചെക്ക്ഡ് ബൈ ദ കമ്പൈലർ അറ്റ് കമ്പൈൽ ടൈം. കമ്പൈലർ എന്ത് ചെയ്യുന്നില്ല, കമ്പൈൽ ടൈമിൽ ഈ ഒരു എക്സെപ്ഷൻ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഇതിനെയാണ് അൺചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് എറർ എന്താ നോക്കാം. മൂന്നാമത് വരുന്നത് എറർ എന്ന് പറയുന്നത് എന്താണ്, ദർ ഈസ് സീരിയസ് ഇഷ്യൂസ് ദാറ്റ് ആർ നോട്ട് ടിപ്പിക്കലി ഹാൻഡിൽഡ് ബൈ ആപ്ലിക്കേഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഇതിനെ ഹാൻഡിൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. കാരണം ഇത് ഒരു ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് മെമ്മറി എറേഴ്സ്, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മെമ്മറി ഫുള്ളായി കംപ്ലീറ്റ് ആയി, അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലൊന്നും ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് പോയി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ അതുപോലെ തന്നെ ഇഷ്യൂസൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇതിനെയാണ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, എക്സെപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ട്രൈ ക്യാച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈ ക്യാച്ച് എന്ന് പറയുന്നത്, ദ ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഈസ് യൂസ്ഡ് ടു ഹാൻഡിൽ എക്സെപ്ഷൻ. അതായത് എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ട്രൈ ക്യാച്ച് ബ്ലോക്ക്.
ഓക്കെ, ട്രൈ എന്ന് പറയുന്നത് എന്താണ്? കണ്ടെയ്ൻസ് ദ കോഡ് ദാറ്റ് മൈറ്റ് ത്രോ ആൻ എക്സെപ്ഷൻ. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു എറർ വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? ഈ ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കോഡ് ദാറ്റ് മൈറ്റ് ത്രോ ആൻ എക്സെപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് എന്ത് കോഡ് വേണമെങ്കിലും റൺ ചെയ്യിക്കാൻ പറ്റും ഈ ട്രെയിൻ്റെ അകത്ത്. ഓക്കെ, നോർമലായിട്ട് ഓക്കെ ഇത് മേ ബി എറർ വരാൻ ചാൻസ് ഉള്ളതാണ്. അതായത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡയറക്റ്റ് ഇത് ത്രോ ചെയ്യും. ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്യാച്ച് ബ്ലോക്കിലോട്ട് വരും. ക്യാച്ച് ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആ ഒരു എക്സെപ്ഷൻ കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യാം? ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എറർ വന്നു എന്ന് വേണമെങ്കിൽ യൂസറിന് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് അവിടെ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ട്രൈയും ക്യാച്ചും ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു എക്സാമ്പിൾ കണ്ടു നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണ് നമ്മൾ ട്രൈ ക്യാച്ചിൻ്റെ. ഇൻഡ് റിസൾട്ട് 10 എന്ത് ചെയ്യുക? അതിനെ ഡിവൈഡ് ചെയ്യാണ്, 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു അരിത്തമാറ്റിക് എക്സെപ്ഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കാരണം 10 എന്ത് ചെയ്യാൻ പറ്റില്ല, 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അരിത്തമാറ്റിക് എറർ കാണിക്കുന്ന രീതിയിലാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ട്രൈ ബ്ലോക്കിൽ ഈ ഒരു കോഡ് ഇങ്ങനെ വർക്ക് ചെയ്യാണ്. ഇൻഡ് റിസൾട്ട് അതിനെ എന്ത് ചെയ്യും? റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് 10/0 ചെയ്യുന്ന ടൈമിൽ നേരിട്ട് എന്ത് ചെയ്യും? എറർ, അതായത് നേരെ എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാച്ച് ബ്ലോക്കിലോട്ട് വരും. എന്നിട്ട് സിസ് ഔട്ടിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് കനോട്ട് ഡിവൈഡ് ബൈ 0. 0നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് 10നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യും? യൂസറിനോട് പറയും. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കാണിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എററൊന്നും വരാത്ത നമ്മൾ 1 കൊണ്ടോ അങ്ങനെ 2 വേറെ ഏതെങ്കിലും നമ്പേഴ്സ് കൊണ്ട് അവിടെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നോർമലായിട്ട് ആ ഒരു കോഡ് അങ്ങനെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഫൈനലി എന്താണെന്ന് നോക്കാം നമുക്ക്. ഫൈനലി ബ്ലോക്ക്. ഈ ഫൈനലി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്ലോക്ക് ഈസ് യൂസ് ടു എക്സിക്യൂട്ട് ഇമ്പോർട്ടൻറ്റ് കോഡ് സച്ച് ആസ് ക്ലോസിങ് റിസോഴ്സസ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ആൻ എക്സെപ്ഷൻ വാസ് ത്രോൺ ഓർ ഓഫ്. അതായത് ഇപ്പോൾ നമ്മുടെ കോഡ് എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ട്രൈയും ക്യാച്ചും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ക്യാച്ച് ബ്ലോക്കൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫൈനലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഓർക്കും, ഇപ്പോൾ എന്തെങ്കിലും എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു കോഡ് റൺ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു പോർഷൻ ഓഫ് കോഡിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്കിൽ കൊടുക്കാം. കോഡ് ദാറ്റ് വിൽ ആൾവേസ് റൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമ്മളവിടെ. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇപ്പോൾ ഇവിടെ സെയിം എക്സാമ്പിളാണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു എക്സെപ്ഷൻ സംഭവിക്കും. അപ്പോൾ ആ ക്യാച്ച് ബ്ലോക്കിൽ എന്ത് ചെയ്യും? കനോട്ട് ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കും. എന്നിട്ട് നെക്സ്റ്റ് എന്താ വരുന്നത്? ഫൈനലി എന്ന് പറഞ്ഞ ബ്ലോക്കിൽ ഇവിടെ എന്ത് ചെയ്യും? ആ സിസ് ഔട്ടിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ദിസ് വിൽ ഓൾവേസ് റൺ. ഓക്കെ, ആ ഒരു എന്ത് ചെയ്യും? നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അതിനകത്ത് പ്രിൻറ്റിങ്ങോ എന്ത് വേണമെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? ത്രോ കീവേഡ്. അപ്പോൾ എന്താണ് ത്രോ എന്ന് നോക്കാം. ദ ത്രോ കീവേഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലിസിറ്റ് ത്രോ ആൻ എക്സെപ്ഷൻ ഫ്രം എ മെത്തേഡ് ഓർ എനി ബ്ലോക്ക് ഓഫ് കോഡ്. ഇപ്പം നമുക്ക് തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെക്കാം. ഓക്കെ, ഇഫ് കണ്ടീഷനിൽ ഇപ്പോൾ ഒരു ജസ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ഒരു എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ഒരു എക്സെപ്ഷൻ ടൈപ്പ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ത്രോ ചെയ്യുക. ഇവിടെ നമുക്ക് എറർ മെസ്സേജ് എന്താ കൊടുക്കേണ്ടത് ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ത്രോ ക്ലാസ് എക്സാമ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഏജ്, ചെക്ക് ഏജ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. അതിനകത്ത് 15 എന്ന് പറയുന്നൊരു വാല്യൂ നമ്മൾ പാസ് ചെയ്യും. പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യും. ആ ചെക്ക് ഏജ് എന്ന് പറയുന്ന മെത്തേഡിനെ കോളാവും. മെത്തേഡ് കോളാവുന്ന ടൈമിൽ ഇവിടെ താഴെ ഉണ്ട് ആ ഒരു മെത്തേഡ്. അതിനകത്ത് ഏജ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇഫ് കണ്ടീഷനുണ്ട്. അതിനകത്ത് ഏജ് ലെസ് ദാൻ 18 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ലെസ് ദാൻ 18 ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ത്രോ ചെയ്യുന്നുണ്ട്. അവിടെ ത്രോ എന്ന് പറയുന്നൊരു കീവേഡ് കണ്ടോ? ത്രോ ചെയ്യുന്നത് എന്താ? ഇല്ലീഗൽ ആർഗ്യുമെൻറ്റ് എക്സെപ്ഷൻ. അതായത് ഏജ് മസ്റ്റ് ബി 18 ഓർ ഓൾഡർ. അതായത് 18 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലൊക്കെ ആവണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ അലോ ചെയ്യുള്ളൂ. ആ ഒരു രീതിയിൽ ഇപ്പോൾ അവിടെ ഒരു എക്സെപ്ഷൻ വന്നു. അപ്പോൾ നേരെ എന്ത് ചെയ്യും? ത്രോ ചെയ്യും. അപ്പോൾ ക്യാച്ച് ബ്ലോക്കിലോട്ട് അത് പോകും. ഇല്ലീഗൽ ആർഗ്യുമെൻറ്റ് എക്സെപ്ഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻറ്റ് ചെയ്ത് കാണിക്കാനൊക്കെ പറ്റും. എന്താണ് അവരെ എറർ വന്ന് ആ ഒരു കാര്യമൊക്കെ നമുക്ക് കാണിക്കാം. ഇനി നെക്സ്റ്റ് ഇപ്പോൾ ത്രോവിൻ്റെ എന്താണ്? നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും എറേഴ്സ്, അതായത് എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ
നമുക്ക് തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ത്രോസ് എന്ന് പറയുന്ന കീവേഡ് എന്താണ്? ദ ത്രോസ് കീവേഡ്, ഓക്കെ ഒരു മിനിറ്റ്, throws keyword is used in the method signature to declare that the method might throw one or more exceptions. അതായത് ഒന്നോ ഒന്നിലധികം, നമ്മൾ ത്രോ എന്ന് പറഞ്ഞതിൽ ഒറ്റ എക്സെപ്ഷൻ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ത്രോ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒന്നോ ഒന്നിലധികമോ എക്സെപ്ഷൻസ് നമുക്ക് ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ത്രോസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. മറ്റേ നമ്മൾ ഒറ്റ എന്ത് ചെയ്യുള്ളൂ, എക്സെപ്ഷൻ ത്രോ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ത്രോസിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നുണ്ട്, സം മെത്തേഡ്, നമുക്ക് എന്തെങ്കിലും ഒരു മെത്തേഡ് സിഗ്നേച്ചർ ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ജാവ എക്സെപ്ഷൻ കീവേഡ്സ്. ഓക്കെ, ഈ കീവേഡ്സ് നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് ഇവിടെ ഈ ട്രൈ ക്യാച്ച്, ഫൈനലി, ത്രോസ്. ഇവിടെ അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ദ ട്രൈ കീവേഡ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ എ ബ്ലോക്ക് വെർ വി ഷുഡ് പ്ലേസ് ആൻ എക്സെപ്ഷൻ കോഡ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു, നമുക്ക് എക്സെപ്ഷൻ കോഡ് എന്ത് ചെയ്യുക, ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബ്ലോക്ക്, ആ ബ്ലോക്കിനകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ത്രോ ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്ക്. ഇറ്റ് മീൻസ് വി കാൺ യൂസ് ട്രൈ ബ്ലോക്ക് അലോൺ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളോട് ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ട്രൈ ഒറ്റയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ട്രൈനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് കൊടുക്കാം, അലോണായിട്ട്. ഓക്കെ, ആ ട്രൈ മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സെപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഹാൻഡിൽ ചെയ്യുന്ന കോഡ് ഏതാണ്, ക്യാച്ച് ബ്ലോക്കാണ്. ഓക്കെ, ദ ട്രൈ ബ്ലോക്ക് മസ്റ്റ് ബി ഫോളോഡ് ബൈ എയ്തർ ക്യാച്ച് ഓർ ഫൈനലി. ക്യാച്ചോ അല്ലെങ്കിൽ ഫൈനലി ഒക്കെ എന്ത് വേണം, അതിനുശേഷം വേണം. ഓക്കെ, അതിൽ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ക്യാച്ച് എന്ന് പറയുന്നത് എന്തിനാ, ദ ക്യാച്ച് ബ്ലോക്ക് ഈസ് യൂസ്ഡ് ടു ഹാൻഡിൽ ദ എക്സെപ്ഷൻ. എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ക്യാച്ച് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കൊടുക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി പ്രൊസീഡഡ് ബൈ ട്രൈ ബ്ലോക്ക് വിച്ച് മീൻസ് വി കാൺ യൂസ് ക്യാച്ച് ബ്ലോക്ക് അലോൺ. നമുക്ക് ക്യാച്ച് ബ്ലോക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് എന്ത് ചെയ്യണം, ഇതിന് മുമ്പ് ട്രൈ ബ്ലോക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാച്ച് ബ്ലോക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അതിന് ശേഷം എന്ത് ചെയ്യാമാണെങ്കിൽ ഫൈനലി ബ്ലോക്കൊക്കെ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഫൈനലി എന്തിനാ, ദ ഫൈനലി ബ്ലോക്ക് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് ദ നെസസറി കോഡ് ഓഫ് ദ പ്രോഗ്രാം. ഇറ്റ് ഈസ് എക്സിക്യൂട്ട് വെദർ ആൻ എക്സെപ്ഷൻ ഈസ് ഹാൻഡിൽഡ് ഓർ നോട്ട്. അതായത് എക്സെപ്ഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫൈനലി ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ത്രോ കീവേഡ് യൂസ്ഡ് ടു ത്രോ ആൻ എക്സെപ്ഷൻ. ഒരു എക്സെപ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ത്രോ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ത്രോസ് എന്ന് പറയുന്ന കീവേഡ്, ദ ത്രോസ് കീവേഡ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ എക്സെപ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇതൊക്കെ എക്സെപ്ഷൻ. ഇറ്റ് സ്പെസിഫൈസ് that there may occur an exception in the method. It doesn't throw an exception. It is always used with method signature. ഓക്കെ, ഇത് എന്താണ്, ഒരു മെത്തേഡ് സിഗ്നേച്ചർ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഈ ത്രോസ് എന്ന് പറയുന്നത്. അതിൽ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സെപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രോസ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ വരുന്ന കോഡ്. എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ജസ്റ്റ് ഡോക്യുമെൻ്റ് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ഇതുപോലെ തന്നെ എന്ത് ചെയ്ത് നിങ്ങൾ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യാം. ഫ്രീ ആകുന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ചെയ്യും. അപ്പോൾ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടില്ല, ഇതിന് നെക്സ്റ്റ് വീഡിയോസ് ചോദിച്ചിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കാരണം എന്ത് ചെയ്ത്, ഇത്രയും വീഡിയോ മാത്രമേ ഉള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുമിയേഷൻ അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ പാസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിച്ചു. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്സ് ഭാഗം ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി ഭാഗം കൂടി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടിക്കലും കൂടി ഒന്ന് ജസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ വർക്കിങ്ങും റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. നമ്മൾ അരയും ഊപ്സും അതുപോലെ തന്നെ പാറ്റേൺ ഒക്കെ പഠിച്ചതുപോലെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.